ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഹോം മെക്കാനിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കോക്ക് പട്ടായ ട്രിപ്പാണ് ഇത്തവണ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൂർ ഏജൻസികളുടെ സഹായമില്ലാതെ 6 days 5 nights പോയ ഒരു ട്രിപ്പായിരുന്നു ഇത്. ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഹോട്ടൽ ബുക്കിംഗ്സ്, ഓൾമോസ്റ്റ് എല്ലാ എൻട്രി ടിക്കറ്റുകളും ഇതെല്ലാം തന്നെ മൊബൈൽ ആപ്പ് വഴി ബുക്ക് ചെയ്തതിന് ശേഷമായിരുന്നു ഞങ്ങളുടെ യാത്ര. തായ്ലാൻഡ് വിസ ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ കുറേ രാജ്യങ്ങൾക്ക് ഫ്രീ ആണ്. പാസ്പോർട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് തരുന്നു. 15 ദിവസത്തേക്കുള്ള ഒരു ട്രാവലിംഗ് വിസയാണിത്. കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന യാത്രക്കാർ മിക്കവാറും എല്ലാവരും തന്നെ DMK എയർപോർട്ടിലേക്കാണ് ഡെസ്റ്റിനേഷൻ വയ്ക്കുന്നത്. കാരണം ഇതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ്. സുവർണഭൂമി എയർപോർട്ടിനേക്കാളും കുറഞ്ഞ റേറ്റിൽ ഫ്ലൈറ്റ് കിട്ടാനായിട്ട് DMK എയർപോർട്ട് ചൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞങ്ങളും DMK എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ അവിടെ എയർപോർട്ടിൽ വെച്ച് തന്നെ തായ്ലാൻഡിൽ ഉപയോഗിക്കാനുള്ള സിം എടുത്തതിന് ശേഷം അവിടെ നിന്നും ആദ്യം പട്ടായയിലേക്കാണ് പോയത്. പട്ടായയിലേക്ക് പോകാനായിട്ട് ബസ്സുകൾ അവൈലബിൾ ആണ്. ടാക്സി വിളിച്ച് പോകുന്നതിനേക്കാളും വളരെ ലാഭകരമായിട്ട് നമുക്ക് നല്ല ഫെസിലിറ്റി ഉള്ള ബസ്സിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് പട്ടായയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ബാങ്കോക്കിലെ DMK എയർപോർട്ടിൽ നിന്നും പട്ടായയിലേക്ക് ബസ്സിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ നമ്പർ 6 എക്സിറ്റ് ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി A1 to A4 ബസ് പിക്കപ്പ് പോയിന്റിൽ എത്തിച്ചേരുക. അതിനുശേഷം A1 ബസ്സിൽ കയറിയിട്ട് മോച്ചിറ്റ് എന്ന സ്ഥലത്ത് ഇറങ്ങുക. മോച്ചിറ്റിൽ പട്ടായയിലേക്കുള്ള ലോങ് റൂട്ട് ബസ് അവൈലബിൾ ആണ്. തായ്ലാൻഡ് സമയം രാവിലെ 6 മണിയോടുകൂടി DMK എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഏകദേശം ഒരു 11:30 പട്ടായയിൽ എത്തിച്ചേർന്നു. പട്ടായ ബീച്ചിനും വാക്കിംഗ് സ്ട്രീറ്റിനും ഏകദേശം മധ്യഭാഗത്തായിട്ട് വരുന്ന ഹണി ബൊട്ടിക് എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ താമസം. ചെക്ക് ഇൻ ടൈമിന് മുന്നേ തന്നെ എത്തിയതിനാൽ ലഗേജുകളെല്ലാം തന്നെ അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാനായിട്ട് പോയി. അതിനുശേഷം വൈകിട്ട് വാക്കിംഗ് സ്ട്രീറ്റ്, പിറ്റേ ദിവസം നൂനൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ, അതിൻ്റെ പിറ്റേന്ന് കോറൽ ഐലൻഡ് എന്നിങ്ങനെ 3 ദിവസമായിരുന്നു ഞങ്ങളുടെ പട്ടായയിലെ ടൂർ പ്ലാനിങ്. 4ാമത്തെ ദിവസം പട്ടായയിൽ നിന്നും ബാങ്കോക്കിലേക്ക് ടാക്സി പിടിച്ചു പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴിയിൽ സഫാരി വേൾഡ് കണ്ടതിന് ശേഷമായിരുന്നു ഹോട്ടൽ റൂമിലേക്ക് ചെന്നത്. അതിനുശേഷം 5ാമത്തെ ദിവസം ബാങ്കോക്കിലെ ഗ്രാൻഡ് പാലസ്, വാറ്റ് ഫോ വാറ്ററുൺ എന്നീ സ്ഥലങ്ങളിലേക്കാണ് പോയത്. 6ാമത്തെ ദിവസം വൈകിട്ട് 4 മണിക്ക് എയർപോർട്ടിൽ എത്തേണ്ടതിനാൽ ഞങ്ങൾ ദൂരയാത്രയൊന്നും പ്ലാൻ ചെയ്തില്ല. ബാങ്കോക്കിൽ തന്നെയുള്ള ഇന്ദിര മാർക്കറ്റിൽ ഷോപ്പിങ്ങിനായി പോയി. അതിനുശേഷം ലഗേജുകളൊക്കെ പാക്ക് ചെയ്തു എയർപോർട്ടിലേക്ക് പോയി. ഈ ഒരു യാത്രയ്ക്ക് എല്ലാ ചിലവുകളും ഉൾപ്പെടെ ഞങ്ങൾക്ക് ഒരാൾക്ക് 60,000 രൂപയാണ് ചിലവായത്. അങ്ങനെ രസകരമായ ഈ ഒരു യാത്രയുടെ ആദ്യ ഭാഗമായ ഈ വീഡിയോയിൽ പട്ടായയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളായ സാങ്ച്വറി ഓഫ് ട്രൂത്ത്, നൂനൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ എന്നീ സ്ഥലങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ഒരു ബാങ്കോക്ക് പട്ടായ ട്രിപ്പിൻ്റെ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ബാങ്കോക്കിൽ നിന്നും പട്ടായയിലെത്തി. അതിനുശേഷം നോർത്ത് പട്ടായയിലെ മനോഹരമായ ഒരു കടൽ തീരത്തുള്ള സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാനായിട്ടാണ് പോയത്. പൂർണ്ണമായും മരം കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു ശ്രദ്ധേയമായ വാസ്തുവിദ്യാ മാസ്റ്റർ പീസാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. 1981 തായ്ലാൻഡിലെ ഒരു വ്യവസായിയായ ലേക്ക് വിരിഫിയാൻ എന്ന ആളാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇതിപ്പോഴും തുടരുകയാണ്. പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൊട്ടാരത്തിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് സേഫ്റ്റി ഹെൽമെറ്റൊക്കെ തന്നിട്ടാണ് ഇവരകത്തേക്ക് നമ്മളെ വിടുന്നത്. നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു ഗൈഡിൻ്റെ സേവനം നമുക്ക് കിട്ടും. ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള പല ഭാഷകളിലും ഗൈഡ്സ് ഉണ്ട്. ഒരു ഗ്രൂപ്പിന് മൊത്തത്തിലായിരിക്കും ഒരു ഗൈഡ് ഉണ്ടാവുക. എൻട്രൻസിൽ തന്നെ വിവിധ ഭാഷകളിലുള്ള ഗൈഡിൻ്റെ
ടൈമിംഗ് എപ്പോഴൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഗൈഡ് നമ്മൾ കൂട്ടിക്കൊണ്ട് പോയത് ഈ ഒരു കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കൊത്തുപണികളൊക്കെ ഇരുന്ന് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ ഒരുപാട് ആളുകൾ നിലത്തും പിന്നെ ടേബിളിലൊക്കെ ആയിട്ട് ഈ കൊത്തുപണികളുടെ വർക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് സേഫ്റ്റി ഹെൽമറ്റ് നിർബന്ധമുള്ളൊരു കാര്യമാണ്. വളരെ കാലം ഈട് നിൽക്കുന്ന തേക്കുൾപ്പെടെയുള്ള 3-4 ഇനത്തിൽപ്പെട്ട മരങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ ഇവിടേക്ക് വരുമ്പോൾ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ഡ്രസ്സ് ധരിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കണം. It's because we do not use any concrete nails to lock the wood pieces together. We are using different wood joint technique. However, inside, you will expect to see some concrete nails. ഏതായാലും ഈ ഗൈഡിൻ്റെ ഒപ്പം ഓടിയെത്താനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഏതായാലും നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ വെച്ച് തന്നെ നമ്മൾ ഗൈഡിനെ ഉപേക്ഷിച്ചു. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് സാവകാശം സമയമെടുത്ത് ആസ്വദിച്ച് കണ്ടുപോകാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. നമ്മുടെ ഗൈഡിനെ വീണ്ടും ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടി. ഒരു ബുദ്ധൻ്റെ രൂപത്തിലുള്ള കൊത്തുപണിയുടെ മുമ്പിൽ വെച്ച് അതിനെപ്പറ്റി വിവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമായിരുന്നു. സത്യത്തിൽ ഈ ഒരു കൊട്ടാരത്തിനകത്ത് വന്യജീവികളുടെയും മനുഷ്യൻ്റെ ജീവിതത്തെയും മരത്തിൻ്റെ ശില്പങ്ങളിലൂടെ വിവരിക്കുന്ന ഒരു രീതിയാണ്. ബുദ്ധമതവും ഹിന്ദു വിശ്വാസവും ആയി ബന്ധപ്പെട്ട ഒരുപാട് കൊത്തുപണികൾ ഇവിടെയുണ്ട്. ഈ ഒരു മരക്കൊട്ടാരത്തിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ടൊരു നിർമ്മിതിയുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കാണാം അതിൻ്റെ പുറത്ത് മാത്രം കൊത്തുപണികളുള്ളതും അകത്ത് കൊത്തുപണികളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഏരിയ. ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ്. മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാനാണ് അതിൻ്റെ അകത്ത് കൊത്തുപണികളൊന്നും ചെയ്യാതെ പ്ലെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ അർത്ഥവത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കൊത്തുപണികളുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല സമയക്കുറവ് മൂലം.
അപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു നല്ലൊരു അട്രാക്ഷൻ ഒരു പ്രോഗ്രാമാണ് ആനസവാരി. അപ്പോൾ ഇത് ഈ ടിക്കറ്റിനകത്ത് ഉൾപ്പെടുന്ന ഐറ്റം അല്ല, അതിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. പിന്നെ അതുകൂടാതെ പാരമ്പര്യ തായ് നൃത്ത പരിപാടികൾ, അങ്ങനെ വിവിധ പരിപാടികളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആനസവാരി ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ആനപ്പുറത്ത് ഇരുന്നിട്ടുള്ള ആ ഒരു യാത്ര അത്ര ഒരു രസമുള്ളൊരു കാര്യമല്ല. പിന്നെ ഇവിടെ പല ടൈപ്പിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിയിൽ വലിയൊരു പെരുമ്പറ പോലത്തെ ഒരു മെറ്റാലിക് ഒരു സൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്ത് മുട്ടി നോക്കുമ്പോൾ ഓരോ തരത്തിലുള്ള ഓരോ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇവിടുത്തെ മനോഹരമായ കടൽ തീരത്ത് അല്പസമയം ചെലവഴിച്ച് അങ്ങനെ മൊത്തത്തിൽ ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും ഈ ഒരു സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്ക് ചെലവഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടുത്തെ ഓപ്പണിങ് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ്. പ്രവേശന ഫീസ് ഏകദേശം 1100 രൂപയാണ് ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വന്നത്. കുട്ടികൾക്ക് റേറ്റ് കുറവുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ മാന്യമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്തു വേണം വരാനെന്നാണ് നിയമം. എങ്കിലും ഷോർട്ട്സൊക്കെ ധരിച്ച് പലരും വരുന്നത് കണ്ടു. പൊതുവെ വെയിൽ കൂടുതലായതുകൊണ്ട് തൊപ്പി അല്ലെങ്കിൽ കുട ഇതുപോലുള്ള ഐറ്റംസൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ഇവിടേക്ക് വരാനായിട്ട് ടുക്ക് അല്ലെങ്കിൽ ഗ്രാബ് ടാക്സി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പുകവലിയും മദ്യപാനവും ഇതിനകത്ത് അനുവദനീയമല്ല. അപ്പോൾ എന്തായാലും പട്ടായയിൽ വരുന്ന ഏതൊരാളും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു സ്ഥലമാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. തായ്ലാൻഡിനെ കുറിച്ച് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ഫാൻറ്റസിക്ക് അനുയോജ്യമാക്കാൻ വേണ്ടി നിയമങ്ങൾ വളച്ചൊടിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇത്. പട്ടായയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ മാറി തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നൂനുച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ ഇതിനൊരു ഉദാഹരണമാണ്. ഒരു സമ്പന്ന തായ് കുടുംബത്തിൻ്റെ പിൻഗാമിയും വിദേശ സസ്യജാലങ്ങളുടെ ശേഖരണക്കാരനുമായിട്ടുള്ള കമ്പോൺ തൻസാച്ചയുടെ ഉടമസ്ഥതയിലാണ് ഈ ഗാർഡൻ. അദ്ദേഹത്തിൻ്റെ അമ്മ നൂനുച്ച് തൻസാച്ചയുടെ പേരിലാണ് ഈ ഒരു ഗാർഡൻ അറിയപ്പെടുന്നത്. 1954 ഈ ഫാമിലി ഈ ഒരു ഭൂമി വാങ്ങിയതിന് ശേഷം അവരൊരു ഫലവൃക്ഷത്തോട്ടം ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ യഥാർത്ഥ ലക്ഷ്യം. പക്ഷെ അത് ക്രമേണ വിശാലമായ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനായും വിനോദ സമുച്ചയമായും ഒക്കെ മാറുകയായിരുന്നു. ഇവിടെ ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ടിക്കറ്റ് ഓൺലൈനായാലും നമ്മൾ ഇവിടുത്തെ കൗണ്ടറിൽ പോയിട്ട് ഫിസിക്കലായിട്ടുള്ള ഒരു ടിക്കറ്റ് ഇവിടുന്ന് വാങ്ങണം. അത് പിന്നെ എൻട്രൻസിലുള്ള QR കോഡ് സ്കാൻ ചെയ്യുന്ന മെഷീനിൽ സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് അകത്തേക്ക് പ്രവേശനം. ഇവിടുത്തെ എൻട്രൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോളാകൃതിയിലുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അതിൽ ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എപ്പോഴും ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. പിന്നെ പല ടൈപ്പ് ദിനോസറിൻ്റെ രൂപങ്ങൾ, അത് കോമിക്കായാലും അല്ലെങ്കിൽ ഒറിജിനലായാലും, അങ്ങനെ ദിനോസർ പ്രതിമകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇത് എൻട്രൻസിൻ്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഗാർഡൻ ഏതാണ്ട് ഒരു 500 ഏക്കറോളം വരും. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. ഇറ്റാലിയൻ ഗാർഡൻ, വാട്ടർഫാൾ ഗാർഡൻ, ബട്ടർഫ്ലൈ ഹിൽ, ട്രേ ഗാർഡൻ എന്നിങ്ങനെ വ്യത്യസ്ത തീമുകളിലുള്ള ഗാർഡനുകളുടെ ഒരു സമുച്ചയമാണ് ഈ ഒരു നൂനുച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നിന്ന് നേരെ വന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ നൂനുച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ എന്നൊരു ബോർഡ് കാണാം. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കാക്ടസ് അഥവാ കള്ളിമുൾ ചെടികളുടെ ഒരു ഗാർഡൻ നമ്പർ 1 ഇവിടെയാണ്. കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ കള്ളിമുൾ ചെടികളുടെ ഒപ്പം സാധാരണ പൂക്കളുണ്ടാകുന്ന ചെടികളും കൂടെ കുറേയൊക്കെ വെച്ച് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗാർഡൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മൊബൈലിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ വലിയ വാഹനങ്ങളുടെ ഒരു
ശേഖരം നമുക്കിവിടെ കാണാം. നമ്മളൊന്നും കാണാത്ത തരത്തിലുള്ള അത്രയും വലിയ ഭീമാകരമായിട്ടുള്ള സൈസുള്ള വാഹനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുപോലത്തെ വാഹനങ്ങളുടെ ഡിസ്പ്ലേ ഇതിനകത്ത് വേറെയുണ്ട്. അകത്തേക്ക് നടക്കുന്ന വഴിയിൽ സൈഡിലായിട്ട് സവാരിക്ക് കൊണ്ടുപോകുന്ന ആനകളെ നിർത്തിയിരിക്കുന്ന ഒരു ഷെഡുണ്ട്. 10-20 ആനകൾ അവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ആനകൾക്ക് നമ്മൾ പഴം കൊടുക്കാനായിട്ട് സൗകര്യമുണ്ട്. പഴം അവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ട് ഈ ആനകളുടെ തുമ്പിക്കൈയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുന്നത് കാണാം. പിന്നെ ആനകളുടെ ഒപ്പം ഫോട്ടോ എടുക്കാനായിട്ട് 10 തൈബാത്ത് എൻ്റെ ആനപ്പാപ്പന്മാർക്ക് കൊടുക്കണം. അപ്പോൾ ആ ഒരു തൈബാത്ത് ഈ ആനകളുടെ തുമ്പിക്കൈയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആന സലാം വയ്ക്കുന്ന പോലെ കാണിച്ച് അതിൻ്റെ തുമ്പിക്കൈയിലിരിക്കുന്ന നോട്ട് പാപ്പാന് കൊടുക്കും. ടൂറിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ പൈസ വാങ്ങാൻ പറ്റുമോ അതെല്ലാ രീതിയിലും ഇവർ വാങ്ങുന്നുണ്ട്. പക്ഷേ അവർ പൈസ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും വർത്തായിട്ടുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ആനകളുടെ അടുത്ത് തന്നെയുള്ള ഗാർഡൻ ഇൻ ദ സ്കൈ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. അവിടെ ഇങ്ങനെ മുകളിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് ടൈപ്പ് ചെടികളും അതിനൊക്കെ വെള്ളം നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിസ്റ്റ് രൂപത്തിലുള്ള ഒരു സ്പ്രേ ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ഏരിയ തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റപ്പ്, ഇളം പച്ച, കടും പച്ച അങ്ങനെയുള്ള ക്ലൈമ്പിംഗ് ടൈപ്പ് ചെടികൾ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിശാലമായ ഗാർഡൻ നടന്നു ചുറ്റി കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റ് സീയിങ് ബസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഞങ്ങളത് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ സൈറ്റ് സീയിങ് ബസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാ ഭാഗത്തും നടന്ന് തന്നെ കാണണമെന്ന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പോലും ആദ്യം നമ്മൾ ഇതുപോലൊരു സൈറ്റ് സീയിങ് ബസ്സിനകത്ത് കയറി ഏകദേശം എല്ലാ ലൊക്കേഷനുകളും കണ്ടു വന്നതിന് ശേഷം പിന്നീട് കാൽനടയായിട്ട് ഓരോ ഭാഗത്തും പോയി വേണ്ടത്ര സമയം ഓരോ സ്ഥലത്തും സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ഇത് കണ്ടു തീർക്കാവുന്നതാണ്. നമ്മുടെ സൈറ്റ് സീയിങ് ബസ് ആദ്യമായിട്ട് നിർത്തിയ ഒരു ലൊക്കേഷനിലുള്ള ഒരു ഗാർഡനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കളിമണ്ണ് കൊണ്ടുള്ള രൂപങ്ങളും അതുപോലെ കമാനങ്ങളും ഒക്കെ ഉള്ള ഒരു മുൻഭാഗമാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ കവാടത്തിലൂടെയൊക്കെ അകത്തേക്ക് ചെല്ലുമ്പോൾ പല വെറൈറ്റി പൂച്ചെടികളും ഇലച്ചെടികളും അതുപോലെ വ്യത്യസ്ത മനോഹരമായിട്ടുള്ള അട്രാക്റ്റീവ് സെറ്റപ്പുകളൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ഓരോ ഏരിയ കഴിഞ്ഞ് അടുത്ത ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ അതിനേക്കാളും ഭയങ്കര വ്യത്യാസമുള്ള തരത്തിലുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്.
വീണ്ടും മറ്റൊരു സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ആദ്യം ഇവിടെ ഡ്രോപ്പ് ചെയ്ത ബസ് ഒരു നിശ്ചിത ആളുകളൊക്കെ കയറിക്കഴിഞ്ഞപ്പോൾ ആ ബസ് പോയി കഴിഞ്ഞിരുന്നു. അതിനുശേഷം 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇടവിട്ട് വേറെ ബസ്സുകൾ പലതും വരും. ആളുകൾ കയറി ബസ് ഫുള്ളാവുന്നതനുസരിച്ചിട്ട് ഈ ബസ്സുകൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്പോട്ടുകളിലും നമ്മൾ ഇറങ്ങി നമുക്കിഷ്ടമുള്ളിടത്തോളം സമയം ചിലവഴിച്ച് നമുക്ക് സൗകര്യപ്രദമായ ബസ്സുകളിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ 1-2 ലൊക്കേഷനുകൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ദിനോസറുകളുടെ ഭീമാകാരമായ പ്രതിമകളൊക്കെയുള്ള ഒരു സ്പോട്ടിലെത്തിച്ചേർന്നു. ഏറ്റവും കൂടുതൽ ദിനോസറുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത ഒരു സ്ഥലമാണ് തായ്ലൻഡ് എന്നാണ് പറയപ്പെടുന്നത്. അതിനാലായിരിക്കണം ദിനോസറിന് ഇത്രയും വലിയൊരു പ്രാധാന്യം കൊടുത്ത് ഇവർ വലിയ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഗാർഡൻ്റെ ഏതാണ്ട് എല്ലാ പ്രധാന പോയിൻറ്റുകളിലും നമ്മൾ ഇറങ്ങി വളരെ വിശദമായിട്ട് തന്നെ കണ്ടു. തിരിച്ചു പോകുന്ന വഴിയിൽ ഭീമാകാരമായിട്ടുള്ള ഒരു ഗണപതി പ്രതിമയും കണ്ടു. അങ്ങനെ നമ്മൾ ആ ഒരു പിക്കപ്പ് പോയിൻറ്റിലേക്ക് തിരിച്ചെത്തുമ്പോഴും നമ്മൾ ഈ ഒരു ഗാർഡനിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കാറുകളുടെയും വലിയ ട്രക്കുകളുടെയും വിപുലമായ ശേഖരം ഉൾപ്പെടുന്ന 2 വലിയ ഗാലറികൾ ഇവിടെയുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കണ്ടിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട്. പല രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കാറുകളും പെട്രോൾ പമ്പുകളുടെ മോഡലുകൾ വരെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്പോർട്സ് കാറുകളുടെ അതിവിപുലമായ ഒരു ശേഖരം തന്നെയുണ്ട്. ഈ ലോറികളുടെയൊക്കെ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോവും. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലുപ്പമുള്ളൊരു ട്രക്ക് കാണുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂനോച്ച് വില്ലേജിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ്
നമ്മൾ ആദ്യം വന്ന ആ ആനയ്ക്ക് തീറ്റ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്തുകൂടി നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് പട്ടായയിൽ വരുന്ന എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഏറ്റവും വാല്യുബിളായിട്ടുള്ള നല്ലൊരു സ്പോട്ടാണിത്. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് ഇവിടേക്ക് വരുമ്പോൾ. ഈ ഒരു ട്രിപ്പിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.